Hey Siri, play music. Siri, ഉണ്ടായിരുന്നേ. എടോ, what's next? No phones, no calls, no cinema. Just booze, dance, കുന്തളിപ്പ്, കലാപരിപാടികൾ and finally blackout. എന്റെടോ ഇതൊക്കെ എങ്ങനെ നടപടിയാവാനാണ്? എടോ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല ഉടനെ ഒന്നും. മാത്രമല്ല നമുക്ക് ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യേണ്ടതല്ലേ? അതൊക്കെ തന്റെ തലവേദന. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഞാൻ അതിനെ പറ്റി സംസാരിക്കണ്ട. നാട് വിടണം. ഒന്ന് കടൽ കടന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാം ശരി. കടല അല്ല ഏതാ രാജ്യം? ഹബീബി, let's go ദുബായ്. കേട്ടടി നീ ബേജാറക്കണ്ട് ബാ അടുത്ത ഫ്ലൈറ്റില് ഒന്നും നോക്കണ്ട നമുക്ക് മജ്ജനം മജ്ജാക്ക യു കെ നമ്മുടെ 4 ഫ്രണ്ട്സ് വരുന്നുണ്ട് 6 മാസത്തിന് പണി പിടിക്കണ്ട കൊൽസാക്ക നമുക്ക് ദുബായില് ഡേവിഡ് ചങ്ങായിമാരെ വരുന്നുണ്ടോ നാട്ടില് കുറച്ചൊക്കെ ഒരു പണിയും വെച്ചാ അതിന് നമുക്ക് വേറെ പണിയൊന്നും ഓന്റെ പ്രോബ്ലം സോൾവ് ചെയ്യണ്ടല്ലോ ഒരു സാർ ഐഡിയ ഉണ്ട്. എന്ത്? ഇലുമിനാറ്റി. ഇലുമിനാണ്ടിയോ? അണ്ടി അല്ലറോ ആറ്റി ഇലുമിനാറ്റി. നിങ്ങൾ കാണയില്ല? ഇത് അതിന്റെ സിമ്പിളായിരുന്നാ? ആ എന്തത്? എന്ന് ചൊല്ലിയ ഫോറിൻ ചാത്ത സേവ ഈ ആത്മാവ് വെച്ചൊരു കളിയത്. അയ്യടാ, ആത്മാവ് പണയം വെച്ചിട്ടുള്ള ഒരു പരിപാടിക്കും സത്യക്രിസ്ത്യാനികളെ കിട്ടത്തില്ല കേട്ടാ. ശരിയാ. ഒരു ദം വേൾഡ് മുഴുവൻ കീഴടക്കിട്ട് സോളോ ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം ബൈബിളിലും പറഞ്ഞ ഞാൻ വായിച്ചിട്ടാണ്. ഒന്നും നടന്നില്ലല്ലേ? എന്താ അന്വേഷിക്കണം? നമ്മളെന്താണ് ഇവിടെ? എന്താണ് ഇവിടെ? എന്നാ രാത്രി ക്ലബിൽ നിന്ന് ഇറക്കിയിട്ട് ഒയാസിസ് കണ്ടു പറഞ്ഞിട്ട് എന്നിട്ട് ഒയാസിസ് എവിടെ? അതറു എൻ്റെ അലാക്കിൽ ഒയാസിസ് പാതിരാത്രി കൂടെ നിന്നും മരുഭൂല് കുഴിച്ചിട്ട് നടുപോയി. ഓക്കെ, ലെറ്റ്സ് ടോക്ക് സിനിമ. ഓൾമാൻ. ഓ അത് ഞാൻ പണ്ടൊക്കെ ഞാൻ 10-20 സിഗരറ്റ് വലിക്കുമായിരുന്നു ഡെയിലി. അന്ന് ഞാൻ ടാക്സിയൊക്കെ ഓടിക്കുന്ന കാലം. ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു മോഹൻലാൽ പടത്തിൻ്റെ ഷൂട്ടിംഗ് വരും. കുറച്ച് ദിവസം ലാലേട്ടൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഒരു ഡ്രൈവറെ ആവശ്യം വന്നു. അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷൺമുഖണ്ണൻ പുള്ളിക്കാരൻ എന്നെയും തപ്പി നേരെ സ്റ്റാൻഡിലേക്ക് വന്നു. ഞാനാണെങ്കിൽ ബെസ്റ്റ് ഡ്രൈവറാണല്ലോ ആണേ. ആ സമയം നോക്കി ഞാൻ ഒരു സിഗരറ്റ് വാങ്ങിക്കാൻ അപ്പുറത്തോട്ട് പോയി. അയാൾ 5 മിനിറ്റ് കാത്തിരുന്നപ്പോഴേക്കും എൻ്റെ സുഹൃത്തായ ആൻ്റണിയെ വിളിച്ചുകൊണ്ട് അയാൾ പോയി. ആ ആൻ്റണിയാണ് ഇന്നത്തെ ആൻ്റണി പെരുമ്പാവൂർ. എങ്ങനെയുണ്ട്? ഞാൻ ആ സിഗരറ്റ് വാങ്ങിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആരായനെ? ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ മുതലാളി ആരായിരുന്നേനെ? ഈ പൈലി കുരുവിലങ്ങാണ്ട്. അന്ന് നിർത്തിയതാ മക്കളെ ഞാൻ ഈ കോപ്പിലെ സിഗരറ്റ് വലി. തനിക്കിപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ടോ? എന്തിന്? ഏത് നരകത്തിൽ പോയാലും ഹാപ്പി ആയിട്ടിരുന്നോളെന്നാണ് എൻ്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ലെനി, ചേട്ടാ ഞാൻ എങ്ങനെയുണ്ടാ? ചേട്ടാ സൂപ്പർ അല്ലേ? അതല്ലടാ, ആസ് എൻ ആക്ടർ ഞാൻ എങ്ങനെയുണ്ട്? ചേട്ടാ എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ആസ് ആൻ ആക്ടർ ചേട്ടന് നല്ല കഴിവുണ്ട്, എനിക്കറിയാം. പക്ഷെ ചേട്ടൻ ഇപ്പോഴത്തെ പരിപാടി വെച്ചിട്ട് ചേട്ടനോട്ടും പോരാ. ചേട്ടൻ ആദ്യം ചേട്ടൻ്റെ ഉഴപ്പൊക്കെ നിർത്ത്, എന്നിട്ട് കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് സിനിമയ്ക്ക് വേണ്ടി. ചേട്ടൻ ഇപ്പോൾ കിട്ടിയ സൂപ്പർ സ്റ്റാറിൻ്റെ പദവി ഉണ്ടല്ലോ, അത് കിട്ടാൻ എത്ര പേര് കൊതിക്കുന്നുണ്ട് കേട്ടാ. അതിനുവേണ്ടി ഒന്നും ചേട്ടൻ ചെയ്യണായിട്ട് എനിക്ക് തോന്നിയില്ല.